വൈകുന്നേരം ഒരു 5 മണിയപ്പോൾ റെഡിയായി. ഇന്ന് എൻ്റെ ഒരു കോളേജ് മേറ്റിൻ്റെ കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം ഞാനും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അതേ മാഡം വീട്ടിൽ ഇരുന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇതുവരെ ഇവളുടെ അമ്മയടുത്ത് പറഞ്ഞില്ല ഇവള് വരുന്ന കാര്യം. അതുകൊണ്ട് ആൻറ്റീനെ പറഞ്ഞ് സോപ്പ് ഇടാനാണ് ഞാനും ഗൗതമിയും കൂടെ വന്നത്. വീട്ടിൻ്റെ അകത്തോട്ട് കയറിയില്ല, ആൻറ്റി അടിക്കുമെന്ന് വിചാരിച്ചിട്ട് വെളിയിൽ നിന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഫൈനലി ഒരു അരമണിക്കൂറിന് ശേഷം ആൻറ്റി ഓക്കെ പറഞ്ഞു. ആൻറ്റിയുടെ മനസ്സ് മാറുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ. പെട്ടെന്ന് എനിക്ക് കോളേജ് സമയത്താണ് ഓർമ്മ വന്നത്. ഇതുപോലെ കറങ്ങാൻ പോകാനായിട്ട് അരുന്നതിൻ്റെ വീട്ടിൽ വന്നിരുന്ന ആൻറ്റിയുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ കലാപരിപാടികൾ കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഏകദേശം സംഭവമൊക്കെ അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ തന്നെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. വേറെ കുറച്ച് കോളേജ് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഒരുപാട് നാൾക്ക് ശേഷം എല്ലാവരും കൂടെ ഒന്ന് കാണാൻ പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ താരം. കൃതിക എന്നാണ് കേട്ടോ വാവയുടെ പേര്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് ഇപ്പോൾ ഐശ്വര്യ പറയണ മോളെ നോക്ക്, കല്ലു ആൻറ്റീനെ നോക്കുന്നത്. അപ്പോൾ ആൻറ്റീന്ന് പെട്ടെന്നായിട്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ അരുന്ധതിനെ ആൻറ്റീന്ന് വിളിച്ചപ്പോഴാണ് സമാധാനമായത്. അരുന്ധതി ഇവിടെ കൊച്ചിന്റെ പോപ്സിക്കിൾ മോഷ്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരം കൊണ്ട് വളർന്നെങ്കിലും മനസ്സുകൊണ്ട് ഇതുവരെ ആരും വളർന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാവരും കൂടെ നിന്ന് എടുത്തു. എന്നിട്ട് എടുത്ത സാധനത്തിന് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയത്.